ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ദയനീയമായ പ്രകടനം തുടരുകയാണ്. ഈ ISLൽ ഇതിനോടകം തന്നെ 8 തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജംഷഡ്പൂർ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിൽ ഒരു ഗോൾ പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല എന്നത് തീർച്ചയായും ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഈ മത്സരത്തിലെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വിലയിരുത്തലുകൾ നമുക്ക് ആരാധകരിൽ നിന്നും കാണാൻ കഴിയും. 11 കോർണർ കിക്കുകൾ ലഭിച്ചിട്ട് ഒന്നുപോലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെയധികം നിരാശരാണ്. മോശം പ്രകടനം നടത്തുന്ന സൂപ്പർ താരങ്ങളെ പിൻവലിക്കാനുള്ള ഒരു ധൈര്യം ക്ലബ്ബ് കാണിക്കുന്നില്ല എന്നുള്ളതും ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് വിലയിരുത്തലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല. നോവയെ പിൻവലിക്കാൻ തയ്യാറായില്ല. കോയഫിനെ എന്തുകൊണ്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയില്ല? എത്ര അവസരങ്ങളാണ് നമ്മൾ ഒരുക്കിയത്? എത്ര കോർണർ കിക്കുകളാണ് നമുക്ക് ലഭിച്ചത്? മുൻപ് ഡിഫൻസ് മാത്രമായിരുന്നു മോശം, ഇപ്പോൾ നമ്മുടെ അറ്റാക്കിനും കൃത്യത നഷ്ടമായിരിക്കുന്നു. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ആവശ്യമായ സമയത്ത് അതിനുപോലും നമ്മൾ തയ്യാറായില്ല. ഇതൊക്കെ തീർത്തും നിരാശാജനകമായ കാര്യമാണ്. 11 കോർണർ കിക്കുകൾ ലഭിച്ചിട്ട് ഒന്നുപോലും ഗോളാക്കി മാറ്റാൻ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. ഇതിനിപ്പോൾ നമുക്ക് മൊറൈസിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. സ്ട്രൈക്കർ പൊസിഷനിൽ ജീസസ് ഇല്ലാത്തത് ശരിക്കും നമുക്ക് തിരിച്ചടിയായി. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സീസണിൽ പ്രതീക്ഷ വെക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരു പുതിയ പരിശീലകനെ കൊണ്ടുവന്നാൽ പോലും നമുക്ക് വലുതായൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് തന്നെ ദുർബലമാണ്. ഗോൾ അടിക്കാനും കഴിയുന്നില്ല, ഗോൾ തടയാനും സാധിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. തിരിച്ചു വരണമെങ്കിൽ ഒരു അടിമുടി അഴിച്ചുപണി അനിവാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.